നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാത്തിനും ചേർത്ത് ശരിക്കും അവൾക്കിന്നൊരു പണി കൊടുക്കണം. ഇത് കണ്ടോ മമ്മി, ഇത് ശരിക്കും എന്റെ ബുദ്ധിയാ. അത് ശരിയാ, പക്ഷെ എന്റെ മോളെ ഞാൻ ശരിക്കും പെട്ടുപോയെന്നാ കരുതിയത്. എന്നെ എല്ലാരും കൂടി ബഹളം വെച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ഞാനൊന്ന് പതറി. പിന്നെയല്ലേ എന്റെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയത്. അതായി കള്ള സ്കാനിംഗ് റിപ്പോർട്ട്. മോള് വാ, ഈ സ്കാനിംഗ് റിപ്പോർട്ട് വെച്ച് ഇവിടെ നിന്നെ സംശയിച്ച എല്ലാവരെയും നമുക്കിന്ന് പൊളിച്ചടുക്കണം. നീ വാ. ഇത് എന്റെ ബാഗാണല്ലോ. ഇതാരും ഇവിടെ എടുത്തു വെച്ച്. അയ്യോ, ഇതെല്ലാം എന്റെ ബാഗുകളാണല്ലോ. ഇതെങ്ങനെ മോളിരുന്ന ബാഗല്ലേ ഇവിടെ വന്നു? ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മമ്മി. ഞാൻ പറഞ്ഞില്ലേ, ആ ശ്യാമ, ഇതും അവളുടെ വേലത്തരങ്ങളാ. അവളെ വെറുതെ വിടാൻ പാടില്ല. ഇന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. എന്നാലും ഇതെല്ലാം ഇവിടെ വന്നത് എങ്ങനെയാ മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും താനെ ഹാളിലേക്ക് വന്നതല്ല, എല്ലാം അവിടെ എടുത്ത് വെച്ചതാ. എന്താ അമ്മ ഇതൊക്കെ? എന്റെ ബാഗും പെട്ടികളൊക്കെ എന്തിനാ അരുൺ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നെ? ഇതിന് ആരാ അരുണിന് ലൈസൻസ് കൊടുത്തേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അരുൺ ഒറ്റയ്ക്ക് എടുത്തു വെച്ചതല്ല, ഞങ്ങൾ എല്ലാരും കൂടി എടുത്തു വെച്ചതാ. ഒരു ഗർഭിണിയായ പെണ്ണിന്റെ ബാഗൊക്കെ എടുത്ത് പുറത്തു വെച്ചത് എന്തിനാ? വിഷമിപ്പിക്കാനോ? വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനെ കൂടി വേദനിപ്പിക്കാനോ? എന്റെ വയറ്റിലുള്ളതേ നിങ്ങളുടെ അരുണ്ട കുഞ്ഞ, അത് മറക്കണ്ട. അച്ഛാ, എന്താ ഇതൊക്കെ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലേ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എന്തു മനസ്സിലായി? എന്തു മനസ്സിലായെന്നാ ചോദിച്ചേ? നിങ്ങൾ ഇനി വീട്ടിലൊരു അക്ഷരം വേണ്ടി പോകരുത് കേട്ടല്ലോ. എന്താ മിണ്ടിയാല്? എന്റെ മമ്മിക്ക് അതിനുള്ള അവകാശമില്ലേ? സ്വന്തം മോള് താമസിക്കുന്നിടത്ത് എന്റെ മമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാ മതി. അരുണേ, വേണ്ട. ഇനി ഇവളോട് സംസാരിച്ച സമയം കളയണ്ട. നമ്മൾ തീരുമാനിച്ച ചടങ്ങുകളിലേക്ക് കടക്കാം. ചടങ്ങ്? ആദ്യേട്ടാ, ഇത് കണ്ടോ? അമൃതേർത്തിയും കണ്ണു തുറന്ന് കാണ്. സ്കാനിംഗ് റിപ്പോർട്ടാ ഇത്. ഇത് നോക്കിയിട്ട് മറുപടി പറ. വേണ്ട, ഇതിന്റെ ആവശ്യം ഇനി ഉണ്ടാവും തോന്നുന്നില്ല. അതെന്താ? ഇവിടെ ചിലർക്കൊക്കെ സംശയമുള്ളത് പോലെ തോന്നി. അതാ സ്കാനിംഗ് റിപ്പോർട്ട് കാണിച്ചത്. ഡോക്ടർ,
ഈശ്വര, ഇതിപ്പോ എന്നെ ചെക്കപ്പ് ചെയ്ത ഡോക്ടറല്ലേ? ഇവരെന്താ ഇവിടെ? ഈ ആളെ പരിചയമുണ്ടോ? ഈ ഡോക്ടറെ അറിയുമോന്നാ ചോദിച്ചത്. മനസ്സിലായി. ഐശ്വര്യയെ ഇപ്പൊ ചെക്കപ്പ് ചെയ്ത ഡോക്ടർ. അക്കാര്യത്തിൽ ഇനി ഐശ്വര്യക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഈ ഡോക്ടറാ. ഡോക്ടർ, ഈ സ്കാനിംഗ് റിപ്പോർട്ട് കള്ള റിപ്പോർട്ടാണെന്നാ ഇവള് പറയുന്നത്. ഡോക്ടർക്ക് ക്യാഷ് തന്ന് ശ്യാമ നേടിയെടുത്തതാണെന്നാ മമ്മിയുടെ മോളുടെയും വാദം. ഐശ്വര്യയുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടാ ജെനുവിൻ എന്നാ പറയുന്നേ. എവിടെ ആ സ്കാനിംഗ് റിപ്പോർട്ടിങ് എടുക്ക്. അത് വേണ്ട. അതെങ്കിൽ തരൂ. ഇത് തരില്ല. ഐശ്വര്യ, അതിങ്ങ് തരാൻ. ഐശ്വര്യ, തരില്ല. തരാൻ. എടീ, അതിങ്ങ് തരാൻ. എന്നോടല്ലേ പറഞ്ഞ തരാൻ. ഇതാ ഡോക്ടർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.